ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെജ് ബിരിയാണിയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് നോക്കാം. 3 സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഗാർലിക് പേസ്റ്റ് കുറച്ച്, മല്ലി പുതിന ഇല, പിന്നെ വെജിറ്റബിൾസ്. എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ എല്ലാം എടുത്തു. ഞാൻ ക്യാരറ്റ്, ബീൻസ്, പട്ടാണി എല്ലാം എടുത്തിട്ടുണ്ട്. വാഴക്ക, പൊട്ടേറ്റോ, എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ സോയാ ബീൻസ് 5 മിനിറ്റ്സ് ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞങ്ങ് എടുത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ ലീവ്സും പിന്നെ ഫെനുഗ്രീക്ക്, പിന്നെ പട്ട, ഏലക്ക എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ കേടും, പിന്നെ ഓയിൽ, പിന്നെ റൈസ് ഒരു 1 hour ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ സ്റ്റൗവിൽ കുക്കറൊക്കെയാണ്. കുക്കറിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പട്ട, ഏലക്ക, ലീവ്സും പിന്നെ പെരുംജീരകം എല്ലാം കൂടി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ കാഷ്യൂനട്ടും കുറച്ച് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ കരിവേപ്പില ഇടുന്നുണ്ട്. എല്ലാം കൂടി നല്ല ഓയിലും പിന്നെ വെച്ചിട്ട് സവാളയും ഇട്ടിട്ട് ഞാൻ നല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ടൊമാറ്റോ ഞാൻ 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ പച്ചമുളക്, പിന്നെ മസാല ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ആ മസാല എല്ലാം ടീസ്പൂൺസ് എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഓയിലെല്ലാം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മുകളിലോട്ട് വരും. ആ സ്റ്റേജിലായിരിക്കണം നമ്മൾ ഈ മല്ലി പുതിന ഇടുന്നതും വെജിറ്റബിൾസ് ഇടുന്നതും. ഇപ്പം ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചങ്ക്സും കൂടി അതിനകത്ത് ഞാൻ ഇടുന്നുണ്ട്, സോയാ ബീൻസ്. പിന്നെ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഞാനിതൊരു കേട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. പിന്നെ അതും കൂടി ഇട്ടിട്ട് വേണം നമ്മളിതെല്ലാം ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ കേട് മതി. ഇപ്പോൾ വെള്ളം ഞാൻ അരിക്ക് എടുക്കും. 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് ലെമനും കൂടി ഇട്ടിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരിയും കൂടി ഇട്ടിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിലാണ് ഞാനിത് തിളപ്പിക്കാൻ വെക്കുന്നത്. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ആ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു, ആ വോള്യൂം. ഈ സ്റ്റേജിലായിരിക്കണം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഈ ലിഡ് വെച്ച് നമ്മൾ കവർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യണം. ബിക്കോസ് വിസിലിൽ ഫുൾ പ്രഷർ ഉണ്ടാവും. 20 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വെജ് ബിരിയാണി നല്ലതായിട്ട് സൂപ്പറായിട്ട് കിട്ടും. കണ്ടോ, കുറേ പേർക്ക് ഈ ദമ്മ് വയ്ക്കാനാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈസിയാണ്, കുക്കറിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ്. 5 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിം വയ്ക്കുക, എന്നിട്ട് 3 മിനിറ്റ്സിൽ സിം വെച്ചിട്ട് അടച്ചിടുക, അത്രയേ ഉള്ളൂ. 20 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കുക്കർ വെജ് ബിരിയാണി റെഡി. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരാം. ബൈ.